ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ കൃഷി ചെയ്തു വരുന്ന മലയാളികളായിട്ടുള്ള കർഷകരുടെ സംഘടനയാണ് യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ UFP എന്നൊരു സംഘടന. ഏതാണ്ട് 12ഓളം സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് ബ്രാഞ്ചുകളുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടിത സ്വഭാവം വേണമെന്നും സംഘടന വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ്. ഇപ്പം ആയിരക്കണക്കിന് അംഗങ്ങൾ ഈ സംഘടനയിലുണ്ട്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ സംഘടന ഇടപെട്ട് വരുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ കൈത്താങ്ങ് പദ്ധതിയും അവരുടെ വേദനകളിൽ അവരെ ചേർത്ത് പിടിക്കാൻ ആർദ്രം പദ്ധതി അടക്കമുള്ള നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ സമൂഹത്തിന് ഏറ്റവും നല്ല മാതൃക ആകുന്ന രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് UFPA. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഇഞ്ചി കൃഷിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇഞ്ചി ചെയ്യുന്നുണ്ട്, വാഴയുണ്ട്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികൾ, തക്കാളി ചെയ്യുന്നവരുണ്ട്, തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നവരുണ്ട്, പാഷൻ ഫ്രൂട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനൊക്കെ പാഷൻ ഫ്രൂട്ടൊക്കെ ധാരാളമായി ചെയ്യാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കൃഷികളാണ്. ഏതെല്ലാം കൃഷിക്ക് സാധ്യതയുണ്ടോ ഓരോരോ മേഖലകളിൽ ആ മേഖലകളിലുള്ള സാധ്യതകൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് അത്തരം കൃഷികളാണ് ചെയ്യുക. ഇപ്പോൾ ഗോവ സംസ്ഥാനത്തൊക്കെ കൂടുതൽ വാഴ കൃഷിയാണ്. എന്നാൽ കർണാടകയിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഇഞ്ചി കൃഷിയാണ്. കേരളത്തിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജലലഭ്യതേൻ്റെ പ്രശ്നമുണ്ട്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ബോർവെൽ അടിക്കുന്നതിന് നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ബോർവെൽ അടിച്ചിട്ട് വെള്ളം കിട്ടും. മറ്റൊന്ന് തൊഴിൽ സാധ്യത. അവിടെ തൊഴിലാളികൾക്ക് ലഭ്യതയുണ്ട്. നമുക്ക് ധാരാളമായിട്ട് തൊഴിലാളികൾ ലഭിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കേരളത്തിൽ അത് ലഭിക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് സ്ഥലം നമുക്ക് കിട്ടുന്നു. ഇവിടെയൊക്കെ നമുക്ക് തോട്ടം മേഖലയായിപ്പോയി, നാണ്യവിളകൾ വർദ്ധിച്ചു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവരുടെ വയലുകളായി സംരക്ഷിച്ചിരിക്കുകയാണ്. അതിനെ തന്നെയാണ് നമ്മൾ എടുത്ത് കൃഷി ചെയ്തു വരുന്നത്. അത് പറയാൻ കഴിയില്ല. ഇപ്പോൾ ചിലവ് കൂടി. ഇഞ്ചി കൃഷിയും വാഴ കൃഷിക്കൊക്കെ ഭയങ്കരമായിട്ട് ചിലവ് കൂടി. ഉൽപ്പാദനം അനുസരിച്ചിട്ടുള്ള ഒരു ലാഭകരമായിട്ടല്ല പലപ്പോഴും കൃഷി പോകുന്നത്. പിന്നെ നമ്മളിത് പാരമ്പര്യമായി കൊണ്ടുനടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും പലപ്പോഴൊക്കെ നമ്മൾക്കൊരു മെച്ചം കിട്ടാറുണ്ടില്ല എന്നുള്ളതല്ല. പിന്നെ വിപണി ചൂഷണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഉപ്കോ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് നമ്മൾ തന്നെ രാസവളങ്ങളും ജൈവവളങ്ങളും എല്ലാം വിതരണം ചെയ്യുന്നുണ്ട് കൃഷിക്കാരുടെ ഇടയിൽ. അത് തന്നെയല്ല അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.